റെയ്ഡ് കഴിഞ്ഞ ഉദ്യോഗസ്ഥന്മാർ അവരൊരു പക്വമായ നിലപാടാണോ സ്വീകരിച്ചത്? അതെന്നെ ബേബിച്ചിട്ട് ഒരുമാതിരി മറ്റടുത്ത് വർത്താനം പറയണ. ബോധപൂർവം ഒരു പ്രശ്നമുണ്ടാക്കാനല്ലേ ഉദ്യോഗസ്ഥന്മാർ ശ്രമിച്ചത്? എന്താണ് പറയുന്നത്? തീരബുദ്ധി നഷ്ടപ്പെട്ടിരിക്കണോ തങ്കത്തിന്? സാധാരണഗതിയിൽ എന്താ ചെയ്യേണ്ടത്? ഒരു വലിയ ജനക്കൂട്ടം ക്ഷുഭിതരായിട്ട് പുറത്തു നിൽക്കുന്നു, മുദ്രാവാക്യം വിളിക്കുന്നു. ആ ജനക്കൂട്ടത്തിന് നേരെ കാറുപെടുത്ത് പോകാൻ പറ്റുമോ? അതെന്താ പോയാല്? അല്ലാതെ പറന്നു പോകാനൊന്നും പറ്റില്ലല്ലോ. പൊട്ടന്മാര് പൊട്ടന്ന ലോക പൊട്ടനാണ്. സ്വാഭാവികമായും പ്രതികരണം ഉണ്ടാകില്ലേ? ഇവിടെ പിണറായിൽ എല്ലാവരെയും മാറ്റി നിർത്തിയിട്ടല്ലേ അവർ പോയത്? സഖാവ് കുറച്ച് ഇമോഷണൽ ആണല്ലോ. അതല്ലേടോ നമ്മുടെ അടവ് നയം. എന്തെങ്കിലും എന്തുകൊണ്ടാ? ഇത് തിരുവനന്തപുരത്ത് പ്രകോപനമുണ്ടാക്കാൻ ഞാനവിടെ പോയിട്ടില്ല, പക്ഷെ ഞാൻ ടെലിവിഷൻ ചാനലുകളിൽ നിങ്ങളുടെ ചിത്രങ്ങളെല്ലാം കണ്ടു. എന്നിട്ട് ക്ഷുഭിതരായ ഒരു ജനക്കൂട്ടം, ആ ജനക്കൂട്ടത്തിന് നേരെ കാറുമെടുത്ത് പോകുമ്പോൾ സ്വാഭാവികമായും ക്ഷുഭിതരായ ജനക്കൂട്ടം ഏത് ഗാന്ധിയന്മാരും പ്രതികരിച്ചു പോകില്ലേ? എന്റെ കുട്ട, ഇതിലൊക്കെ ഭേദം നീ വാ തുറക്കാതിരിക്കുന്നതാ. ഇവനിത് ഓവറാക്കും. അത് ബോധപൂർവം തന്നെ ഇത്തരമൊരു സാഹചര്യം ഉണ്ടാക്കിയെടുത്ത് നീ ചീറ്റുള്ളൂ, കൊത്തത്തില്ല, പല്ല് പോയില്ലേ. ഈ കേരളത്തിന്റെ സമാധാനപരമായ അന്തരീക്ഷത്തെ തകർക്കാൻ ഇവിടെ RSS, BJP, കോൺഗ്രസിന്റെ ഹിഡൻ അജണ്ട ഡീല് നടപ്പിലാക്കി. ഈ നിഷ്കളങ്കമായ മുഖത്തേക്കൊന്ന് നോക്കടാ ഈശ്വര, എന്തൊരു ചൈതന്യം! കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തെയും പുരോഗമന പ്രസ്ഥാനത്തെയും വിശിഷ്യ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിനെ തകർക്കാമെന്നാണ് ധരിക്കുന്നതെങ്കിൽ ഇതിൽ കൂടുതൽ ഇനി എന്ത് തകരാൻ? അങ്ങനെ തകർന്നു പോകില്ല എന്നവർ മനസ്സിലാക്കണം. എന്തൊരു തൊലിക്കട്ടി! ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.